ശാശ്വതീകാനന്ദ സ്വാമിയെ UAE-യിൽ വച്ച് മർദ്ദിക്കുകയും തുടർ ദിവസങ്ങളിൽ കേരളത്തിലെത്തി ശാശ്വതീകാനന്ദയെ വെള്ളാപ്പള്ളിയുടെ ആളുകൾ ജലസമാധിയിലാക്കുകയും ചെയ്തു എന്നാണ് ബിജു രമേശ് പറയുന്നത്. യഥാർത്ഥത്തിൽ ദുബായിൽ വെച്ച് തുഷാർ ശാശ്വതീകാനന്ദയെ അടിച്ചോ? ദുബായി വെച്ച് സ്വാമിയെ ഞാൻ അടിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? സ്വാമിജിയെ നേരെ നല്ലോണം നോക്കാൻ വേണ്ടി പോലുള്ള ധൈര്യം എനിക്ക് ഇന്നുമില്ല. അത് സമ്മതിച്ചു. എന്നാൽ പിന്നെ എന്താണ് അന്നത്തെ UAE യാത്രയിൽ നടന്നത്? സ്വാമിജി ഞങ്ങളുടെ വരുന്നത് ആദ്യം ബഹ്റിനിലേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. നേരെ ആദ്യം ബഹ്റിനിൽ ചെല്ലുന്നു. ബഹ്റിൻ ഞങ്ങൾ ഏതാണ്ട് 2-3 ദിവസം താമസിച്ച് അവിടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ശേഷം ഞങ്ങൾ അടുത്ത ഒരു എമിറേറ്റിലേക്ക് പോയി. ആ സമയത്ത് സ്വാമിജി പറഞ്ഞു സ്വാമിജി നേരിട്ട് ദുബായിലേക്ക് പോകണം, അവിടെ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ അവിടുന്ന് ദുബായിലേക്ക് പോയി. ദുബായിൽ പോയ ശേഷം ഇവിടുന്ന് ഈ ബഹ്റിനിലെ മീറ്റിംഗ് കഴിഞ്ഞ് സ്വാമിജി നേരെ ദുബായിലേക്കും ഞങ്ങൾ അവിടുന്ന് നേരെ വേറെ ഒരു എമിറേറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി സംസാരിച്ച് 2 ദിവസം അവിടെ നിന്ന് അവിടുന്ന് നേരെ ദുബായിലേക്ക് ചെന്നു. ദുബായിലേക്ക് ചെന്ന് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഫെയർമൗണ്ട് എന്ന് പറഞ്ഞ ഹോട്ടലെന്ന് ഉദ്ഘാടനം ചെയ്ത സമയമാണ്. ആ ഹോട്ടലിലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. കുറേ ഒരു 3-4 ദിവസങ്ങൾ അവിടെ 8ഓളം എമിറേറ്റുകളുള്ളതുകൊണ്ട് എല്ലായിടത്തും മീറ്റിങ്ങുകൾ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മറ്റുള്ള ആളുകൾ നിർബന്ധിച്ചനുസരിച്ച് അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ താമസം മാറി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കാര്യം 2 ദിവസം മുമ്പ് സ്വാമിജി എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെ കുറച്ച് കല്യാണവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തുഷാറെ ഉമ്മൽക്കോയിലിൽ വെച്ച് പറയുന്നത് അജ്മാനെ വെച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അജ്മാനെ വെച്ച് ഒരു വീട്ടിൽ വെച്ചൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞ് കാര്യം ഞാൻ 2 ദിവസം മുമ്പേ പോകും തുഷാർ, കാരണം വെച്ചാൽ അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് എന്തൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനുണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമിജി ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ സ്വാമിജി പോരും, കാരണം വെച്ചാൽ സ്വാമിജി ഉണ്ടെങ്കിൽ അത് രസമാണ്. മാത്രമല്ല അതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ കാര്യം അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും സ്വാമിജിയുടെ സഹായം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ജനറൽ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും അവിടെ ഒന്നിൽ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ നിർബന്ധം പിടിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാമിജിയാണ് ഞങ്ങളെയൊക്കെ സാറിൻ്റെ പിള്ളേരല്ലേ ഒന്ന് പോയി അവർ പുറത്ത് പോയി കറങ്ങിയിട്ട് വരട്ടെ, എല്ലാം ഒന്ന് കണ്ടിട്ട് വരട്ടെ, എന്തിനാ വെറുതെ ഇങ്ങനെ പിടിച്ച് പിള്ളേരകത്ത് വെച്ചേക്കുന്നൊക്കെ ഞങ്ങളെ എന്നും സഹായിക്കുന്ന സ്വാമിജിയാണ്. അപ്പം സ്വാമിജി പറഞ്ഞ ജനറൽ സെക്രട്ടറി മിണ്ടുകയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാമിജി നേരെ കേരളത്തിലേക്ക് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം ഞങ്ങളും എത്തി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പിറ്റേ ദിവസം സ്വാമിജി സമാധിയായെന്നാണ് ഈ മീഡിയയിൽ മുഴുവൻ പറഞ്ഞത്. ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് സ്വാമിജി സമാധിയാവുന്നത്. ചുരുക്കത്തിൽ 3ാം മുന്നണിയുമായി SNDP വരുമ്പോൾ വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും തകർക്കാനാണ് പുതിയ ആരോപണം ഉന്നയിക്കപ്പെട്ടത് എന്ന് സാരം. പാവം വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തി ഈഴവരെ ഉദ്ധരിക്കുന്നതിനിടെ ഇമാതിരി വ്യക്തിഹത്യയ്ക്ക് ബിജു രമേശ് ഇറങ്ങിത്തിരിക്കാമോ? വ്യക്തിഹത്യ നടത്തുക അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വ്യക്തിപര ഹത്യ ചെയ്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണത്തെ തന്നെ 100% ഞാൻ നിഷേധിക്കുകയാണ്. മാണി സാറിനെ, കെ ബാബുവിനെതിരെയും KM മാണി സാറിനെതിരെയും ഒക്കെ ഇവരെല്ലാം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കെതിരെ ഒരു വ്യക്തിഹത്യയും ചെയ്തിട്ടില്ല. അവരാരും തകർന്നില്ല എന്ന് മാത്രമല്ല, സ്വയം തകർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചോ ഞാൻ ആരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ അത് തന്നെ KM മാണി സാറിൻ്റെ ആണെങ്കിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷണം നിൽക്കുകയാണ്. ശ്രീ ബാബുവിൻ്റെ ആണെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാമതായി അത് ഞങ്ങൾ തന്നെ കോടതിയിൽ സമീപിക്കുകയാണ് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശനെതിരെ ഞാൻ എന്ത് വ്യക്തിഹത്യയാണ് അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിൻ്റെ മകനെതിരെ ചെയ്തത്? ഈ ശാശ്വതാനന്ദ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട് അല്ല, വ്യക്തിപരമായി ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെയോ അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാനാണെങ്കിൽ അത് ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ഉണ്ട്. ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. സ്വാമിയുടെ അന്വേഷണം അതാ ഞാൻ ഇപ്പോഴും പറയുന്ന ജനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, സ്വാമിയുടെ ഭക്തരാണ് ഏറ്റെടുക്കേണ്ടത്. വെള്ളത്തിലെടുത്തെറിഞ്ഞോ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ, അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? അല്ല പിന്നെ വെള്ളാപ്പള്ളി ആരാ മോൻ? എന്നാൽ ഒരു കാര്യത്തിൽ അച്ഛനും മകനും ചെറിയ ആശയക്കുഴപ്പമുണ്ടായി. അത് ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരിടവേള കഴിഞ്ഞ് ഒരു കാരണവശാലും ഇതിന് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നായി ജനറൽ സെക്രട്ടറി. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്.